ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല കുറുകിയ ചാറോട് കൂടി എങ്ങനെ കോട്ടയം സ്റ്റൈൽ മീൻകറി വയ്ക്കാമെന്നാണ് കേട്ടോ. ഇത് നമ്മൾ പ്രത്യേകം തേങ്ങ അരച്ചൊക്കെയാണ് വയ്ക്കുന്നത്. പക്ഷേ തേങ്ങ അരച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കാണത്തില്ല. കോട്ടയം സ്റ്റൈൽ കുടംപുളി ഇട്ട് കറി വയ്ക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ കറി ഇരിക്കുന്നത്. നമുക്കിപ്പോൾ കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് ചേർക്കുന്ന അരപ്പ് തയ്യാറാക്കാം. അതിന് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് പ്രത്യേകം ബൗളിലായിട്ട് എടുക്കുക കേട്ടോ. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു പച്ചമണം മാറണം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഒത്തിരി അങ്ങ് ചൂടാക്കണ്ട. ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. എന്നാൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പൊടികളെല്ലാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു 3 ടീസ്പൂൺ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് അരയാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊടി തയ്യാറായിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഒരു 3 പീസ് കുടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്ക് മീൻ വയ്ക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് മീൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എക്സ്ട്രാ ഞാൻ ചേർത്തേക്കുന്നത് കുറച്ച് ഉലുവ. നമ്മൾ കുടംപുളി ഇട്ട് വയ്ക്കുമ്പോൾ എല്ലാവരും ചേർക്കുന്നതാണല്ലോ. പിന്നെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഇവിടെ 10-15 ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തുകൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ട് വരണം. ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി. എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് ആ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് ഒരു നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ അരച്ച് ചേർത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. നമ്മൾ എങ്ങനെയാണ് കുടംപുളി ഇട്ട് വയ്ക്കുന്നത് അതേപോലെയുള്ള ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് കുറുകിയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു പൊടിക്കൈ ചേർക്കുന്നത്. ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും എല്ലാം ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കാം. കറി നന്നായിട്ട് ഇപ്പോൾ വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആറ്റുമീനാണ് കേട്ടോ വയ്ക്കുന്നത്. ഇവിടെ ആറ്റുമീൻ വയ്ക്കുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ആറ്റുമീനെ കിട്ടുമ്പോൾ കുടംപുളി ഇട്ടാണ് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്നത്. പിന്നെ മീനിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് പറയുന്ന പേരും മീനിൻ്റെ പേരും ഇവിടെ പറയുന്ന മീനിൻ്റെ പേരും വ്യത്യാസമുണ്ട്. നമ്മുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അവിടെ നവര എന്ന് പറയുന്നത് ഇവിടെ ഉണ്ണിമേരിയ, അതുപോലെ ചൂട നമ്മുടെ അവിടെ നെത്തോലി എന്ന് പറയും. നെത്തോലി എന്ന് ഇടയ്ക്ക് ചിലർ പറയുന്നത് കേൾക്കാം. എന്നാലും ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാ മീനിൻ്റെ പേരും അറിയത്തില്ല. ഇത് ആറ്റുമീൻ എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളിത് സ്പൂൺ ഉപയോഗിക്കരുത്. സ്പൂൺ ഉപയോഗിച്ചിത് ഇളക്കി കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇനി മീൻ ചട്ടി ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ. പിന്നെ മീൻ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു കുടംപുളി എടുത്ത് മാറ്റാം കേട്ടോ. ചിലപ്പം ഇത് ഒത്തിരി പുളി അതിലോട്ട് പിടിച്ചു പോകും. 3 ഇട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിന് ലോ ഫ്ലെയിമിലാക്കി ഒരു 10-20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. മൊത്തമായിട്ട് അടയ്ക്കേണ്ട, ഒരു പകുതി അടച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കുടംപുളി ഇട്ട് മീൻകറി വെച്ചത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അന്നേരം എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഈ റെസിപ്പി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടുന്ന കുറുകിയ കറിയില്ല, അതേപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതേ സെയിം ടേസ്റ്റാണ്. കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കണം. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.